എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ബാലു ശിവൻമൂർത്തി. ഞാനിപ്പോൾ എയിംസ് ഗോരഖ്പൂരിൽ എൻ്റെ സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ സർജറി ഫീൽഡിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. അപ്പോൾ ഡോക്ടേഴ്സ് ഡേയുടെ ഭാഗമായിട്ട് എനിക്ക് ഈ ഒരു വീഡിയോ എൻ്റെ അധ്യാപകർക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടി ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. ജെസി ടീച്ചർ കുറേ നാളുകൾ കൊണ്ട് ഇതുപോലൊരു വീഡിയോ ഇടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടിയിരുന്നില്ല. അതുപോലെ തന്നെ നവമി ആഘോഷമായിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. എനിക്ക് സ്കൂളിൽ ആ സമയത്ത് ജോലി തിരക്ക് കാരണം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. പക്ഷേ എനിക്ക് അവസരം കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും സ്കൂളിൽ വന്ന് എൻ്റെ അധ്യാപകരെ എൻ്റെ കുട്ടികളെയൊക്കെ ഞാൻ കാണും തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ ഒരു കാർഷിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അച്ഛനും അമ്മയും തൊഴിലെന്ന് പറയുന്നത് കൃഷിയാണ്, ക്ഷീര കർഷകരാണ്. അപ്പോൾ അതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ എനിക്ക് ഒരു സഹോദരനും ഒരു സഹോദരിയാണ് ഉള്ളത്. അപ്പോൾ അവരെല്ലാവരും ഇതുപോലെ തന്നെ നല്ല പൊസിഷൻസിലൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് തന്നെ അവർ പഠിച്ച് അവർ പല നിലകളിലൊക്കെ എത്തിയിട്ടുണ്ട്. എൻ്റെ സഹോദരി ഡോക്ടറാണ്, വെറ്റിനറി ഡോക്ടറാണ്. സഹോദരിയും ഇതുപോലെ തന്നെ ഗൈനക്കോളജിയിൽ PG ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ സഹോദരൻ ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്. സഹോദരൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിലാണ്. പിന്നെ ഞാൻ പഠിച്ച് വളർന്നത് എല്ലാം എൻ്റെ സ്വന്തം നാടായ വർക്കല, വിളഭാഗം, അഞ്ചുതെങ്ങ് ഈ ഭാഗങ്ങളിലാണ് ഞാൻ ഫുള്ള് എൻ്റെ ബാല്യകാലം മൊത്തം എൻ്റെ യൗവനവും എൻ്റെ കൗമാരവും എല്ലാം അവിടെയാണ്. പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി ഞാൻ പല സ്റ്റേറ്റുകളിലോട്ട് ഞാൻ പിന്നെ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ ചെയ്യുന്നത് MLP ഇളപ്പിൽ സ്കൂൾ അയന്തിയിലാണ്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നത് AMTT വിളഭാഗം. അതിനുശേഷം പിന്നെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ ആൻഡ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഞാൻ ചെയ്യുന്നത് SNVHSS നെടുങ്കണ്ട സ്കൂളിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ എൻ്റെ ഗ്രാജുവേഷന് വേണ്ടി ഞാൻ പിന്നെ MBBS ചെയ്യുന്നു. MBBS ചെയ്യാൻ വേണ്ടി ഞാൻ പോകുന്നത് എയിംസ് ജോധ്പൂരിലോട്ടാണ്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ 2 വർഷം കോവിഡ് വാറിയറായിട്ട് ഞാൻ കൊറോണ ടൈമിൽ ഞാൻ വർക്ക് ചെയ്തായിരുന്നു മെഡിക്കൽ ഓഫീസറായിട്ട്. പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ 2018 ഞാൻ എൻ്റെ MBBS കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നെ 2 വർഷം ഞാൻ വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ 2021 ഞാൻ പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് ഇൻ സർജറി ചെയ്യാൻ വേണ്ടി പിന്നെ ഞാൻ BJ മെഡിക്കൽ കോളേജ് അഹമ്മദാബാദിൽ പോയി. പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ 1 ഇയർ സീനിയർ റെസിഡൻ്റായിട്ട് വർക്ക് ചെയ്തു ഇൻ അഹമ്മദാബാദ്, ഗുജറാത്ത്. പിന്നെ അതിനുശേഷം ഞാനിപ്പോൾ എനിക്കിപ്പോൾ ഒരു MCHലോട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ന്യൂറോ സർജറിയിലോട്ട് പിന്നെ എയിംസിലോട്ട് തന്നെ വർക്ക് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാനിപ്പോഴും ഈ എൻ്റെ ഒരു വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഞാനതൊന്ന് ഷെയർ ചെയ്യാൻ പോവുക. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സമയമാണ് നമ്മുടെ കൗമാരം അല്ലെങ്കിൽ യൗവനം എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ ആരായി തീരണം എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ വഴിത്തിരിവുകളും എല്ലാം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ വളർത്തി അവരുടെ നല്ലൊരു ഭാവിയിലോട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതൊരു ഡോക്ടർ ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് വളരെ നന്നായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ജീവിതാനുഭവങ്ങളും പശ്ചാത്തലങ്ങളും കൊണ്ട് ഞാനത് പറയുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഡോക്ടറായി തീരുന്നതോ അല്ലെങ്കിൽ എൻജിനീയറായി മാറുന്നതോ അല്ലെങ്കിൽ വേറെ ഫീൽഡിൽ നമ്മൾ ഉന്നതങ്ങളിൽ എത്തുക എന്ന് പറയുന്നത് ജോലി മാത്രമല്ല, നമ്മുടെ ഒരു വ്യക്തിത്വം എന്നുള്ളതും കൂടെ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ വ്യക്തിയെ നിർമ്മിക്കുന്ന പ്രോസസ്സിൽ കുട്ടികൾ മാത്രമല്ല അതിൽ അധ്യാപകർക്കും അതുപോലെ തന്നെ പാരൻസിനും ഈക്വലായിട്ട് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിച്ചു വന്ന ജീവിത സാഹചര്യങ്ങളെന്ന് പറയുന്നത് ഒരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. കാരണം ഒരു വളരെ ലോ സോഷ്യോ എക്കണോമിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്, ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് ഞാൻ
പഠിച്ചു വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളും സഹോദരിയും അങ്ങനെ തന്നെയാണ് അവരുമൊക്കെ പഠിച്ച് വന്നത്. അപ്പോൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടുകാരുടെ തുടങ്ങുന്ന സമയത്ത് വീട്ടുകാരുടെ വിദ്യാഭ്യാസത്തിനോട് അധിക പ്രാധാന്യം ഒന്നും അവർ കൊടുത്തിരുന്നില്ല. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ എങ്ങനെയെങ്കിലും പഠിച്ച് ഏതെങ്കിലും ഒരു തൊഴിൽ കണ്ടെത്തി പോകുക എന്നുള്ളതായിരുന്നു ഒരു ലക്ഷ്യം. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ എൻ്റെ LP ലോവർ പ്രൈമറി എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ UP അപ്പർ പ്രൈമറി എഡ്യൂക്കേഷനിലോട്ട് വരികയാണ്, AMTT ഉള്ള ഭാഗത്ത്. അവിടെ ഞാൻ വരുമ്പോൾ എൻ്റെ ചുറ്റുപാടുള്ള കുട്ടികളെയൊക്കെ ഞാൻ നോക്കുമ്പോൾ പല പല സാഹചര്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ അവിടെ വരാറുണ്ട് അല്ലേ. ടീച്ചേഴ്സിൻ്റെ കുട്ടികളും അതുപോലെ തന്നെ കുറേ ബിസിനസ് ഒക്കെ ബന്ധപ്പെട്ട ആൾക്കാരുടെ അവരുടെയൊക്കെ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ ഉള്ളിൽ എനിക്കും ഈക്വലായിട്ട് തന്നെ കിട്ടുന്ന വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ വളർന്നു വന്ന് എനിക്കും എന്തെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ള ഒരു സ്വബോധം എനിക്ക് എൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറയുന്നത് ഞാൻ എൻ്റെ അപ്പർ പ്രൈമറി എഡ്യൂക്കേഷൻ എനിക്ക് കിട്ടുന്ന സമയത്താണ്. അപ്പോൾ ആ സമയത്താണ് എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്താഗതി വളർന്നു വരുന്നത്. ഞാൻ നോക്കുമ്പോൾ എനിക്ക് രക്ഷപ്പെടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ആയി മാറണം എന്ന് ഞാൻ ചിന്തിക്കുമ്പോൾ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ വിദ്യാഭ്യാസം മാത്രമാണ്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരുപാട് പുസ്തകങ്ങൾ വേണം, യൂണിഫോം വേണം, അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് വേണം. എൻ്റെ കാര്യത്തിലാണെങ്കിൽ എനിക്ക് സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് നിന്നത് പഠനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ പഠിക്കാനുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ പഠിക്കാനുള്ള യൂണിഫോം എല്ലാം എനിക്ക് പ്രൊവൈഡ് ചെയ്തത് എൻ്റെ സ്കൂളിൽ നിന്നാണ്. അതെനിക്ക് ഇന്നും മറക്കാൻ കഴിയാത്ത പല അനുഭവങ്ങളാണ് എൻ്റെ ടീച്ചേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ. ഞാൻ വിളഭാഗം സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് എൻ്റെ ടീച്ചേഴ്സിൽ നിന്ന് കിട്ടിയ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ്, ആ പ്രോത്സാഹനത്തിലൂടെ മാത്രമാണ് എനിക്ക് ജീവിതത്തിൽ എന്തായി തീരണം എന്ന് ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. ആ ഒരു പ്രോത്സാഹനം കിട്ടിയത് കൊണ്ട് മാത്രമാണ്. എല്ലാ രീതിയിലും എന്നെ ആ സമയത്ത് എൻ്റെ അധ്യാപകർ സപ്പോർട്ട് ചെയ്തിരുന്നു. പഠനത്തിനായിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കായികമായിട്ടുള്ള കാര്യത്തിലാണെന്നുണ്ടെങ്കിലും കലാപരിപാടികളിലാണെങ്കിലും എല്ലാത്തിലും ഈക്വലായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് തന്ന്, അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഞാൻ ഒരു ഡോക്ടറായി മാറിയതിനൊക്കെ കാരണമെന്ന് പറയുന്നത് ആ സമയത്ത് എനിക്ക് കിട്ടിയ അധ്യാപകരിൽ നിന്ന് കിട്ടിയ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊണ്ടും പിന്നെ അധ്യാപകർക്ക് ഞാൻ കൊടുത്ത അത്രയും ഒരു റെസ്പെക്റ്റ് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇന്ന് ജീവിതത്തിൽ ഇതുപോലൊരു മേഖലയിലോട്ട് എനിക്ക് പോകാൻ കഴിഞ്ഞത് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളോടും അതുപോലെ തന്നെ അവരുടെ പാരൻസിനോടും പറയാനുള്ളത് എന്ന് പറയുന്നത്, കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ ഗൈഡൻസ് കൊടുത്ത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ഒരു രീതിയിലും വീട്ടിലുള്ള സാഹചര്യങ്ങളൊന്നും, വീട്ടിലുള്ള പ്രശ്നങ്ങളൊന്നും കുട്ടികളുടെ വളർച്ചയിൽ ഒരു ബുദ്ധിമുട്ടായി മാറാൻ പാടില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണിൻ്റെ യൂസ് എന്ന് പറയുന്നത് അത്രത്തോളം വിജിലൻ്റായി കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്കിപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഉള്ള ഒരു സ്ഥിതിയിലോട്ട് മാറുകയാണ്. പക്ഷെ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെയും അവരുടെ പല സോഷ്യലായിട്ടുള്ള പെരുമാറ്റങ്ങളെയും അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെയൊക്കെ പല രീതികളിലോട്ട് വഴിതിരിക്കാറുണ്ട്. അധ്യാപകരുടെ സപ്പോർട്ടോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നുണ്ടായ സപ്പോർട്ടോ ഒന്നും ഇല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരുപക്ഷെ എവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല എന്ന് ആ ഒരു രീതിയിലോട്ടായി മാറിയിരുന്നിരിക്കണം. പക്ഷേ ഞാൻ ഇന്നും ഓർക്കുന്ന ഒരു അനുഭവം, എങ്ങനെയെങ്കിലും 10ാം ക്ലാസ് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു തൊഴിൽ മേഖലകളിലോട്ട് വിട്ടയക്കണം എന്ന് എൻ്റെ അച്ഛനമ്മമാർ ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ AMTTയിൽ എന്നെ സംസ്കൃതം പഠിപ്പിച്ച അനിൽ ടീച്ചർ എന്ന് പറയുന്ന ഒരു അധ്യാപിക, എനിക്ക് ഇന്നും മറക്കാൻ കഴിയില്ല. ആ ടീച്ചർ എൻ്റെ വീട്ടിലോട്ട് വരികയും അതിനുശേഷം എൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, ഈ കുട്ടികളെന്ന് പറയുന്നത്
ആ, വളരെ പൊട്ടൻഷ്യലായിട്ടുള്ള, പഠിക്കാൻ വളരെ മിടുക്കരായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾ അവരെ ഉം, ആ, ആ, 10ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതം ആ, ആ, വേറൊരു രീതിയിലേക്ക് മാറി പോയെന്നിരിക്കാം. അപ്പോൾ അങ്ങനെ അധ്യാപിക എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതുപോലെ കുട്ടികളുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ കുറിച്ചും ഒക്കെ. അപ്പോൾ ആ സംഭവം ഞാൻ ഇന്നും ഞാൻ വേദനയോടെ ഓർക്കുകയാണ്. അത് ഒരു കായികമേളയുടെ ഭാഗമായിട്ട്, ഒരു കലാപരിപാടിയുടെ ഭാഗമായിട്ട് ഞാൻ ഉപജില്ലയിലോട്ട് പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് എൻ്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ചു, ഇല്ല നീ അതിൽ പങ്കെടുക്കാൻ പോകണ്ട, ഇനി നീ അധികം പഠിച്ചിട്ട് ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ വീട്ടുകാർ. പിന്നെ അതിനുശേഷം ഞാനിത് എൻ്റെ അധ്യാപകരോട് ഞാനത് പങ്കുവെക്കുകയാണ്. അപ്പോൾ അന്ന് ഞാനത് ഷെയർ ചെയ്തിരുന്നത് അനില ടീച്ചറുമായിട്ടാണ്. അപ്പോൾ അത് കേട്ട ടീച്ചർ ഉടനെ തന്നെ വീട്ടിൽ വന്ന് എൻ്റെ അച്ഛനെയും അമ്മയെയും പറഞ്ഞ് മനസ്സിലാക്കിക്കുകയാണ്, ഈ കുട്ടികളെന്ന് പറയുന്നത് അവരുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുക. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും കുട്ടികളിലോട്ട് ഏൽപ്പിക്കാതെ അവർക്ക് ഇപ്പോൾ കൊടുക്കേണ്ടത് വിദ്യാഭ്യാസവും പരിചരണവുമാണ്. അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ടീച്ചർ തന്നെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്, വളരെ പൊട്ടൻഷ്യലുള്ള കുട്ടികളാണ്, പഠനത്തിലായാലും കലാപരിപാടികളിലായാലും എല്ലാ രീതിയിലും. ആ സമയത്ത് എനിക്ക് ഒരുപാട് ട്രോഫികളും സർട്ടിഫിക്കറ്റും ഒക്കെ എനിക്ക് AMTTയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ഒക്കെ എനിക്ക് AMTT വെള്ളഭാഗത്തിൽ നിന്നാണ്. പഠനത്തിൻ്റെ ഇതിലായാലും ബെസ്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു അവാർഡും ഞാൻ AMTTയിൽ നിന്ന് പാസ്സായി പോകുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ഒരു ക്യാഷ് അവാർഡാണ് എനിക്ക് കിട്ടുക. അതല്ലാതെ തന്നെ ഒരുപാട് ട്രോഫീസും സർട്ടിഫിക്കറ്റ്സും ഒക്കെ പല മേഖലകളിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പ്രതിഭയായിട്ടും അവിടെ എനിക്ക് ഒരു ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഓർക്കുന്നത് എന്ന് പറയുന്നത്, ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക എത്രത്തോളം ഒരു പാരൻസിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഒരു പക്ഷേ അന്ന് ആ അധ്യാപിക എൻ്റെ വീട്ടിൽ വന്ന് അച്ഛനെയോ അമ്മയോ അത് പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനോ അമ്മയോ അതിന് വിദ്യാഭ്യാസത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തിരിക്കണമെന്നില്ല. പക്ഷേ അതിനുശേഷം പിന്നെ ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിലോട്ടും ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലൊക്കെ പോയിട്ട് ഞാൻ പഠിച്ചിറങ്ങിയ എല്ലാ സ്കൂളുകളിലും ഞാൻ സ്കൂൾ ഫസ്റ്റായിട്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷമാണ് ഞാൻ പിന്നെ മെഡിക്കൽ ഫീൽഡിലോട്ട് മാറിയതും. എൻ്റെ പഠനത്തിലൂടെയാണ് എൻ്റെ വീട്ടുകാർക്ക് ബോധ്യമായത് എൻ്റെ മക്കൾ പഠിച്ച് വലിയ നിലയിലോട്ട് പോകും എന്നുള്ള ഒരു കോൺഫിഡൻസ് അവർക്ക് വരുന്നത്. അത് ഞാൻ കൊടുത്ത കോൺഫിഡൻസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളൊന്നും കുട്ടികൾക്ക് അത് നമ്മുടെ ഉള്ളിൽ തോന്നും. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം സമയത്തിനനുസരിച്ച് മാറും. നമുക്ക് നമ്മുടെ അധ്യാപകരെ നമുക്ക് നമ്മുടെ പാരൻസിനെ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ഞങ്ങളുടെ പാരൻസ് പഠിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിലൂടെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഞങ്ങളുടെ പാരൻസ് മനസ്സിലാക്കുകയും പിന്നെ അതിനുശേഷം പിന്നെ ഒരുപാട് സപ്പോർട്ടുകൾ പിന്നെ ഞാൻ പല മെഡിക്കൽ ഫീൽഡുകളിൽ തന്നെ ഞാൻ MBBS MS ഒക്കെ ചെയ്യുന്ന ഇപ്പോഴും MCH ചെയ്യുമ്പോഴും ഒക്കെ പാരൻസിൻ്റെ സപ്പോർട്ട് എനിക്കിപ്പോൾ ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് അതിൽ അധ്യാപകരുടെയും അതുപോലെ തന്നെ വീട്ടിലെ അച്ഛനമ്മമാരുടെയും
പരിചരണം എന്നുള്ളത് വളരെ വളരെ പ്രാധാന്യമായിട്ടുള്ള ഒരു ഘടകമാണ്. ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അധ്യാപകരും അതുപോലെ തന്നെ അച്ഛനും അമ്മയും എന്ന് പറയുന്നത് എഡ്യൂക്കേഷന് വേണ്ടി വളരെ വളരെ കുട്ടികളുടെ എഡ്യൂക്കേഷന് വളർച്ചയ്ക്ക് വേണ്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. പിന്നെ ഞാൻ വളരെ സന്തോഷമുണ്ട്, എനിക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എന്നെ ജെസ്സി ടീച്ചർ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ വീഡിയോ എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പറ്റിയതിലും അതുപോലെ തന്നെ എൻ്റെ ജീവിത പശ്ചാത്തലങ്ങളും എല്ലാം എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റിയതും അത് എൻ്റെ കുട്ടികൾക്കും അതുപോലെ തന്നെ അവരുടെ പാരൻസിനും ഒരു വഴിത്തിരിവായി മാറട്ടെ എന്നും ഞാൻ പറയുകയാണ്. പിന്നെ എല്ലാ കുട്ടികളും എൻ്റെ കുട്ടികളാണ്. എല്ലാവരും പഠിച്ച് മിടുക്കന്മാരാകട്ടെ. എല്ലാ രീതിയിലും വിദ്യാഭ്യാസം കൊണ്ടും കായിക മേഖലകളിലും കലാപരിപാടികളിലും എല്ലാ രീതിയിലും വളർന്ന് മിടുക്കന്മാരും മിടുക്കികളുമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പിന്നെ ഏത് രീതിയിൽ ഉള്ള ഒരു സപ്പോർട്ട് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിലും ഞാൻ AMTTA വിളഭാഗത്തിന് എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം എനിക്ക് എൻ്റെ സ്കൂളുമായിട്ട് പറഞ്ഞ് തീർക്കാൻ പറ്റാത്ത അത്രയും കടപ്പാടുകൾ എനിക്കുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും അധ്യാപികമാർക്കും ഒരുപാട് നന്ദിയുണ്ട്. പറഞ്ഞു തീർക്കാൻ പറ്റാത്ത നന്ദികളുണ്ട് എൻ്റെ ഭാഗത്തിൽ നിന്നും അതുപോലെ തന്നെ എൻ്റെ പാരൻസിൻ്റെ ഭാഗത്തിൽ നിന്നും. എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്തേ.